വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഒരു ക്യാരക്ടറും ഒരു സിനിമയൊക്കെ വിജയിച്ച് കാണുമ്പോൾ ഒരു ആക്ടർ എന്ന നിലയിൽ തീർച്ചയായിട്ടും സന്തോഷം അഭിമാനമാണല്ലോ. അപ്പോൾ ഇന്ദുലക്ഷ്മി എന്നോട് ഈ കഥ ഒന്ന് നെറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. വേണു എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നൊരു കഥാപാത്രമാണ്. കാരണം ഈ വേണുവിൻ്റെ ഇമോഷൻസ്, വേണുവിൻ്റെ സെൻറ്റിമെൻറ്റ്സ്, വേണുവിൻ്റെ പ്രശ്നങ്ങൾ, വേണുവിൻ്റെ പരിമിതികൾ, വേണുവിൻ്റെ സ്നേഹം, വേണുവിൻ്റെ വാത്സല്യം, ഇതൊക്കെ തന്നെ അങ്ങനെ ഡിഫറെൻറ്റ് ലേയേഴ്സും ഡിഫറെൻറ്റ് ഷെയ്ഡ്സുമുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതിനകത്ത് വളരെയധികം കൺവിക്ഷനുള്ള ഒരു സംവിധായികയുടെ കീഴിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് സെറ്റിൽ വളരെ എന്താ പറയുക, ഞാൻ എൻജോയ് ചെയ്ത് പെർഫോം ചെയ്ത ഒരു റോളായിരുന്നു വേണുവിൻ്റേത്. അതിന് ഫൈനൽ ഔട്ട് പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അതിവിടെ ഇന്ന് ഏറ്റവും നല്ല ഒരു അപ്രീസിയേഷനാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ വളരെയധികം ഇപ്പോൾ റോള് ചെയ്യുമ്പോൾ കിട്ടിയതിനേക്കാളും കൂടുതൽ സന്തോഷം ഇതിൻ്റെ പ്രതികരണം അറിയുമ്പോൾ എനിക്ക് കിട്ടുന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ മോളോടൊപ്പമാണ് ഞാൻ വന്നത്. മോളൊരു സൈക്യാട്രിസ്റ്റാണ്. ഇതിൽ സൈക്യാട്രിസ്റ്റിൻ്റെ വിഷയങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ മോൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതും സന്തോഷമുള്ള കാര്യമാണ്. പ്രതികരണങ്ങൾ കേട്ടിട്ട് എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. വളരെ നല്ല മൂവി. എൻറ്റയർ ക്രൂ, ഇന്ദുലക്ഷ്മി മാഡവും ബാക്കി എല്ലാ ആർട്ടിസ്റ്റ്, അച്ഛന് കിട്ടിയൊരു വളരെ നല്ല റോളാണ്. അച്ഛൻ്റെ പെർഫോമൻസും വളരെയധികം മിക്സഡ് ഇമോഷൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന IFFK ആണ്. അത് ആദ്യമായിട്ട് കാണുന്നതും അച്ഛൻ്റെ മൂവിയാണ്. പക്ഷെ വളരെ ഹാപ്പി. വെരി ഗുഡ് മെസ്സേജ്. സൊസൈറ്റി എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ്. ഒരു മാനസിക രോഗിയുടെ സഫറിങ് അത്ര നന്നായിട്ട് പ്രകടമാക്കിയിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു ദ ടീം. രാഷ്ട്രീയം കൂടി സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ ആശയമൊക്കെ തന്നെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് പ്രേക്ഷകർ എടുത്തിട്ടുണ്ട് എന്ന്. അല്ല, പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വിശ്വാസങ്ങൾക്കെതിരെ ഉള്ള സിനിമയല്ല, ആചാരങ്ങൾക്കെതിരെ ഉള്ള ഒരു സിനിമയല്ല. യുക്തിരഹിതമായ ആചാരങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണോ എന്നതാണ് ഈ ചിത്രം ചോദിക്കുന്നത്. സംവിധായകയുടെ രണ്ടാമത്തെ ചിത്രം കൂടിയാണ്. അപ്പോൾ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? വളരെ നല്ല ഡയറക്ഷനാണ്. കാരണം ഒരു വനിതാ സംവിധായിക, പുരുഷ സംവിധായകൻ അങ്ങനെയൊന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഇന്ദു വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഇന്ദുലക്ഷ്മി. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സംവിധായികയാണ്. ഓക്കെ.